എന്താ ഇത്? നിൽക്ക് നിൽക്ക്. എന്താ? ഒരല്പം കൂടി ലജ്ജ വേണം. സുധേ, നീ എന്തിനിങ്ങനെ ലജ്ജിക്കുന്നു? കളഞ്ഞല്ലോ. എനിക്കറിഞ്ഞുകൂടെ ചേട്ടാ. അങ്ങനെ പറയൂ. എനിക്ക് അറിഞ്ഞൂടെ ചേട്ടാന്നു? ഈശ്വരനെ ഓർത്ത് ഞാൻ പറയുന്ന ഒന്ന് അനുസരിക്കും. നല്ലപോലെ ലജ്ജിച്ച് ഞാൻ ചോദിക്കുമ്പോ എനിക്കറിഞ്ഞുകൂടെ ചേട്ടാ എന്ന് മറുപടി പറയും. എങ്ങനെ? സുധേ, നീ എന്താ ഇങ്ങനെ ലജ്ജിക്കുന്നത്? ആര് പറഞ്ഞു എനിക്ക് ലജ്ജയാണെന്ന്? ഒരു എസ്തെറ്റിക് സെൻസ് ഇല്ലാത്ത സാധനം. സുധേ, പ്രേമിച്ച് വിവാഹം കഴിച്ചവളാണെങ്കിൽ പ്രഥമ രാത്രി കിടക്കറയിലേക്ക് കടന്നു വരുന്ന വധു ആപാത ചൂടിൽ ലജ്ജിച്ചു. പ്രഥമ രാത്രി? എന്നങ്ങ് വച്ചോ, എന്നിട്ടങ്ങ് ലജ്ജിച്ചോ. ലജ്ജിക്കാൻ പറഞ്ഞിട്ട് നിന്ന് വിളിക്കുന്നു. ലജ്ജിക്ക്. തലയിലെഴുത്ത് ഇതാ. കറക്റ്റ്, വെരി ഗുഡ്. പക്ഷെ മനസ്സിൽ ലജ്ജ തോന്നണ്ടേ? വേണ്ട, നീ ലജ്ജ അഭിനയിച്ചാൽ മതി. വാ, ഇവിടെ ഇരിക്കെ. ഇരിക്കാൻ പറയുന്നതിന് മുമ്പ് കിടക്കുന്നോ? അതിന് സമയം ഇനിയുണ്ട്. എണീക്ക്, ഇവിടെ ഇരുന്ന് ലജ്ജിക്ക്. ലജ്ജ ദമ്പതികളായാൽ എല്ലാം 50-50. പഴവും കഴിച്ചോളൂ. ഇവിടെ കുളി തെറ്റി. അപ്പോഴാ ഒരാൾക്ക് ഫസ്റ്റ് നൈറ്റ്. You mean to say I am going to become a father? ഞാനൊരു അച്ഛനാകാൻ പോകുന്നു. ഒരു സംശയം. My God. സുധേ, ഇത് നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിന് പറയാറാകണ്ടേ? Come on, let us go to a doctor. ഈ രാത്രിയിലോ? അതെ, ഡോക്ടറെ കണ്ട് ഉടനെ കൺഫേം ചെയ്യണം. മാത്രമല്ല, കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് അറിയണം. വേണ്ട, നാളെ രാവിലെ ഡോക്ടറെ കാണാം. You do not know how much excited I am. Just a second. ഹലോ, അകത്ത് മോനാണോ മോളാണോ? ഒരു കള്ളി. സുധേ, വേഗം വരൂ, ഡോക്ടർ കാത്തിരിക്കും. ഒരു കാര്യം, ഡോക്ടറോട് കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊന്നും ചോദിച്ചോളേ. പിന്നെ എനിക്കറിയണ്ടേ? അതൊന്നും പറയാറായിട്ടില്ലെന്നേ. എന്നാലൊരു കാര്യം ചെയ്യാം, ഒറ്റയാണോ ഇരട്ടിയാണോ ചോദിക്കാം. ഇങ്ങനെ ഒരാള്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ വേണു. ഗുഡ് മോർണിംഗ്. വെരി ഗ്ലാഡ് ടു മീറ്റ് യു മാഡം. ഇപ്പോഴാണ് എനിക്ക് മിസ്റ്റർ വേണുവിന്റെ വിജയ രഹസ്യം മനസ്സിലായത്. ഇത്ര പങ്ക്ച്വലായി ഭർത്താവിനെ ബിസിനസ് കാര്യങ്ങൾ റെഡിയാക്കാൻ വെരി എഫിഷ്യന്റ് ലേഡീസിനെ സാധിക്കും. മിസ്റ്റർ ലിങ്കൻ, എക്സ്ക്യൂസ് മീ, 1 minute. Why 1 minute? We have 4 minutes more. Thank you. വരൂ. ഐ എം സോറി സുധ, ഞാൻ ഇദ്ദേഹത്തിന് 8 മണിക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തിരുന്നു. ഇന്നലത്തെ വെപ്രാളത്തിനിടയിൽ അതങ്ങ് മറന്നു. എന്താ ചെയ്യാ? ഇവിടെ ഇരിക്കാൻ പറയൂ, അല്ലെങ്കിൽ പോയിട്ട് വരട്ടെ. നോ നോ, ദാറ്റ്സ് നോട്ട് മാനേഴ്സ്. മാത്രമല്ല 2 ലക്ഷം രൂപയുടെ ബിസിനസ്സാണ്. ഒരു കാര്യം ചെയ്യും, ഡ്രൈവറെയും രാമപിള്ളിയും കൂട്ടി ഡോക്ടറെ അടുത്തേക്ക് പോകും. ഞാൻ വരുന്ന വഴിക്ക് വിവരം അറിഞ്ഞോളാം. അത് പറ്റില്ല, ഞാൻ തനിച്ച് പോവില്ല. എന്താ ചെയ്യാ? ഞാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്ത് 5 മണിക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാം. ഇഷ്ടം പോലെ ആയിക്കോളൂ. നല്ല കുട്ടിയല്ലേ, ഒരിക്കലത്തേക്ക് ശ്രമിക്കും. സൂക്ഷം 4:45 ഞാനിവിടെ ഉണ്ടാവും. റെഡി ആയിരിക്കണം. എന്നെയും കാത്ത് വരാൻ തന്നിട്ടുണ്ട്. ഓക്കെ? സ്വർണത്തിന്റെ വില വീണ്ടും ഇടിഞ്ഞിരിക്കുന്നു. ഇത് ഇൻഡോ സോവിയറ്റ് കൊളാബറേഷനാ. പല പാർട്ടീസും ട്രൈ ചെയ്യുന്നുണ്ട്. നല്ല ഡീലാ. നമ്മുടെ ജനറൽ മാനേജർക്ക് അവര് നല്ല പരിചയമാണ്. ഈ ബിസിനസ് വിടരുതെന്നാണ് എന്റെ അഭിപ്രായം. ഈ ബിസിനസ് നല്ല ബിസിനസ് ഒന്നും വിടണ്ട. ഡെലിഗേറ്റ്സ് എല്ലാം മസ്കറ്റ് ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഐ സി. വൈകിട്ടത്തേക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ പൊയ്ക്കോളാം. രാമപിള്ളേ, എന്തോ 4:45 എത്താന്ന് പറഞ്ഞ ആളിനെ 5 മണിയായിട്ടും കാണുന്നില്ലല്ലോ. ഇപ്പൊ ഡോക്ടർ കാത്തിരിക്കാവും.
ബിസിനസ് കാര്യങ്ങൾക്കിടയിൽപ്പെട്ട് മറന്നുപോയോ എന്തോ. വലിയ മുതലാളി ഇങ്ങനെ തന്നെയാ. ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ? ഹലോ ഹലോ, യെസ് മാനേജർ ഹിയർ. അദ്ദേഹം അവിടെ ഉണ്ടോ? അദ്ദേഹം ഓഫീസിൽ നിന്ന് പോയി. എങ്ങോട്ടാണെന്നറിയാമോ? മസ്കറ്റ് ഹോട്ടലിലേക്കാ. അവിടെ റഷ്യൻ ഡെലിഗേറ്റ്സുമായി അല്പം ബിസിനസ് സംസാരിക്കാൻ വേണ്ടി പോയതാ. വൈകുന്നേരം ഓഫീസിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരാന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇത് അത്യാവശ്യ കാര്യമായതുകൊണ്ട് നേരെ അങ്ങോട്ട് പോയതായിരിക്കും. നമ്മുടെ കൊച്ചു മുതലാളി ആളാകെ മാറിയിരിക്കും. ഒരൊറ്റ ബിസിനസ് വിടില്ല, 4 കാശ് അനാവശ്യമായി ചെലവാക്കില്ല. വീട്ടുകാര്യങ്ങൾക്ക് പോലും 2ാം സ്ഥാനമേ ഉള്ളൂ. നമ്മുടെയൊക്കെ നല്ല കാലം പഴയ കണക്കിന് പോയിരുന്നെങ്കിൽ ഈ ഓഫീസ് പൂട്ടിയേനെ. എത്രയൊക്കെ ആയാലും ആ അച്ഛന്റെ മകനല്ലേ. ഡാനഗി ട്രേഡിംഗ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ വേണുഗോപാല മേനോൻ റഷ്യൻ ഡെലിഗേറ്റ്സ്മാര് കോൺഫറൻസിന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ അത്യാവശ്യമായിട്ടൊന്ന് കിട്ടണം. കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. നമ്പർ തന്നാൽ അങ്ങോട്ട് വിളിക്കാൻ പറയാം. കോൺഫറൻസ് ആണത്രേ കോൺഫറൻസ്. 5 മണി മുതൽ ഡോക്ടർ കാത്തിരിക്കുകയാണ്. കോൺഫറൻസും ബിസിനസ്സും മതിയല്ലോ, മനുഷ്യരെ വേണ്ടല്ലോ. അച്ഛന്റെ മകൻ എന്ന് പറഞ്ഞാൽ അസൽ അച്ഛന്റെ മകൻ തന്നെ. കളിയും ചിരിയും ഡാൻസും പാട്ടുമായിട്ട് നടന്നതാണ്. ഇങ്ങനെ ഒരു മാറ്റം വരുമെന്ന് സ്വപ്നത്തിൽ ഈ രാമൻപിള്ള പോലും വിചാരിച്ചതല്ല. എല്ലാം കുഞ്ഞിന്റെ ഭാഗ്യം തന്നെ. ഭാഗ്യം? ഇങ്ങനെ ഒരു ഭാഗ്യമേ എനിക്ക് വേണ്ട. പണം ഉണ്ടാക്കുന്നത് അതിൽ മനുഷ്യരായിട്ട് മൂടാനായിരിക്കും. നീ ഈ പെട്ടിയൊക്കെ എടുത്തോണ്ട് കൊണ്ടുപോകുന്നു? എനിക്കിഷ്ടമുള്ളിടത്തേക്ക്. എന്നെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക്. ഐ എം സോറി സുധ. ആർക്ക് വേണം നിങ്ങളുടെ സോറി? പട്ടിയെ പോലെ എന്നെ ഇവിടെ കാത്തിരുത്തിയിട്ട് ഇഷ്ടമുള്ളിടത്തെല്ലാം പോയി വന്നിട്ട് സോറി പറയുന്നു. സുധ പ്ലീസ്, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റി പോലും ചിന്തയില്ലാത്ത നിങ്ങളുമായി എനിക്കിനി യാതൊരു ബന്ധവും വേണ്ട. നിനക്കറിയില്ല സുധ, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണ്. ഇന്ന് ഞാനവിടെ സമയത്തിന് എത്തിയില്ലായിരുന്നെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ ബിസിനസ് നഷ്ടപ്പെടുമായിരുന്നു എനിക്കറിയാം. ലക്ഷങ്ങളുടെ മുൻപിൽ സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും വലിച്ചെറിയാൻ നിങ്ങൾക്ക് കഴിയും അല്ലേ? സുധേ, വേണമെങ്കിൽ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വിൽക്കാൻ പോലും നിങ്ങൾ മടിക്കില്ല. ഹലോ, യെസ് സ്പീക്കിംഗ്. ഹലോ, ഞാൻ രാമൻപിള്ളയാണ് മുതലാളി. എന്താ രാമൻപിള്ളേ? കൊച്ചു മുതലാളിയും സുധക്കുഞ്ഞും തമ്മിൽ എന്തോ പറഞ്ഞ് വഴക്കുണ്ടായി. എന്നിട്ട് സുധക്കുഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഓഹോ, വേണു ഡാഡി എപ്പോ വന്നു? സുധേന്ദ്രൻ വീട് വിട്ടുപോയി. അഹങ്കാരം. അല്ല, അവൾക്ക് സഹിക്കാൻ വയ്യാത്ത പ്രവൃത്തി എന്തെങ്കിലും നീ ചെയ്തിരിക്കും. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. നീ അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. എന്തിന്? വിവരങ്ങളൊക്കെ രാമൻപിള്ള പറഞ്ഞിരിക്കുമല്ലോ. ഞാൻ കേട്ടതൊക്കെ ശരിയാണെങ്കിൽ തെറ്റ് നിന്റെ ഭാഗത്താണ്. ഉടനെ പോയി അവളെ വിളിച്ചുകൊണ്ട് വരണം. ഇല്ല ഡാഡിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. പെണ്ണിന് അഹങ്കാരം മൂത്താൽ അതിനൊരു പരിധി വേണം. എടാ, ഒരു പെണ്ണിനെ സ്നേഹിക്കാനും അവളെ വിവാഹം കഴിക്കാനും വേണ്ടി ഉറക്ക ഗുളിക കഴിക്കാനും പഠിച്ച നീ
ഒരു ഭർത്താവാകാൻ പഠിച്ചില്ല. ഞാൻ മനഃപൂർവ്വം നെഗ്ലക്ട് ചെയ്തു എന്നാണോ ഡാഡി പറയുന്നത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഡോക്ടറെ കാണാൻ പോകാൻ കാത്തിരിക്കണമെന്ന് പറഞ്ഞിട്ട് നീ പോയി. നീ മടങ്ങി വരുമ്പോൾ അവൾ എന്താവശ്യത്തിനും ആയിക്കോട്ടെ മറ്റെവിടെയെങ്കിലും പോയിരുന്നെങ്കിൽ നിനക്കെന്ത് തോന്നുമായിരുന്നു? ഇത് അതുപോലെയാണോ ഡാഡി? ഇതെല്ലാ പുരുഷന്മാരും ചോദിക്കാറുള്ളതാണ്. പുരുഷന്റെ സങ്കല്പം സമയം അവന് വേണ്ടി മാത്രമുള്ളതാണെന്നാണ്. അവന്റെ ആഗ്രഹങ്ങളും വാശികളും നേടിയെടുക്കാനുള്ള വ്യഗ്രതയിൽ വീട്ടിൽ കാത്തിരിക്കുന്ന ഭാര്യ അവൻ മറന്നുപോകും. തീർന്നില്ല. അതിന് കാരണക്കാരി അവളാണെന്നും അവൾക്ക് വേണ്ടിയാണെന്നും പറയാൻ മാത്രമല്ല, സ്വയം വിശ്വസിക്കാനും ശ്രമിക്കും. അവളോ അവന് വേണ്ടി ജീവിക്കും, കാത്തിരിക്കും. ആ കാത്തിരിപ്പിൽ പരാജയപ്പെടുമ്പോൾ അവൾ വേദനിക്കും. ആ വേദന നിരാശയായി മാറും. നിരാശ ചിലപ്പോൾ കോപമായി പൊട്ടിത്തെറിക്കും. അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ അന്ന് ഞാൻ എന്തുകൊണ്ട് താമസിച്ചു എന്ന് ചോദിക്കാൻ പോലും അവൾക്ക് തോന്നിയില്ലല്ലോ. എന്തിനു ചോദിക്കണം? അവൾക്കറിയാൻ പാടില്ലാത്തതാണ്. ബിസിനസിന് വേണ്ടി, സമ്പാദിക്കാൻ വേണ്ടി. That's all. മോനെ, ഈ ലോകത്ത് പല വ്യാധികളുമുണ്ട്. അതിലേറ്റവും വലിയ വ്യാധിയാണ് പണം സമ്പാദിക്കാനുള്ള അത്യാർത്തി. ഒരുപക്ഷെ നീ ചോദിച്ചേക്കാം, അച്ഛൻ എന്തിന് ഇത്രയൊക്കെ സമ്പാദിച്ചു കൂട്ടിയെന്ന്. പരിതസ്ഥിതികൾ എന്നെ അതിലേക്ക് നയിച്ചു. പണത്തിന് പുറകെ എല്ലാം മറന്ന് ഞാൻ ഓടി. കാലുകൾ തളർന്ന് താഴെ വീണപ്പോഴാണ് പാഠം പഠിച്ചത്. പക്ഷെ വൈകിപ്പോയിരുന്നു മോനെ, വളരെ വൈകിപ്പോയിരുന്നു. നേടിയതിൽ എത്രയോ ഏറെ ഞാൻ അപ്പോഴേക്കും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. ജാനു, ജാനു, നിനക്ക് എങ്ങനെയുണ്ട് ജാനു? സുഖം. മോൻ എന്നെ പോലെ തന്നെയുണ്ടല്ലേ? ഞാൻ അന്ന് തന്നെ വരാൻ ശ്രമിച്ചു, കഴിഞ്ഞില്ല. നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ഞാൻ ഇവിടെ നിന്ന് പോയി സമയം കിട്ടിയപ്പോഴെല്ലാം, അല്ല, ഇല്ലാത്ത സമയം ഉണ്ടാക്കി നിന്നെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഈ പട്ടണത്തിലെ ഏറ്റവും നല്ല ഡോക്ടറെ നിനക്ക് വേണ്ടി മാത്രം അപ്പോയിന്റ് ചെയ്തു. ഞാൻ ആഗ്രഹിച്ചത് അങ്ങയുടെ മുഖം ഒന്ന് കാണാൻ മാത്രമായിരുന്നു. അങ്ങേക്കറിയാമോ, ഒരു പെണ്ണ് പ്രസവ വേദന അനുഭവിക്കുമ്പോൾ മരണത്തെയാണ് അവൾ മുന്നിൽ കാണുന്നത്. രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിടഞ്ഞു മരിക്കുന്നതിന് മുമ്പ് ഭർത്താവിന്റെ മുഖം ഒന്ന് കാണാൻ അവൾ ആഗ്രഹിച്ചു പോകും. എന്ത് ചെയ്യ, ദിവസങ്ങൾ കഴിയും തോറും ബിസിനസ് മാറിയും തിരിഞ്ഞും ഒക്കെ വരും. നിനക്ക് ഓപ്പറേഷൻ ആണെന്ന് അറിഞ്ഞിട്ട് കൂടി എനിക്ക് വരാൻ കഴിയില്ല. എന്തൊരു ഗതികേടാണ്. ഞാൻ എത്രയോ പ്രാവശ്യം അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിച്ചതാണെന്നറിയാമോ? രാവും പകലിങ്ങനെ കഷ്ടപ്പെടുന്നത് ആർക്കു വേണ്ടി? ആർക്ക് വേണ്ടിയെന്ന്? കഴിഞ്ഞ കാലങ്ങളൊക്കെ നീ മറന്നുപോയി. ഇല്ല, മറന്നിട്ടില്ല. മറക്കാനൊട്ട് കഴിയുകയുമില്ല. പക്ഷെ അന്ന് പട്ടിണി കിടക്കുമ്പോൾ എന്തിനാ പട്ടിണി കിടക്കുന്നു എന്ന് അറിയാമായിരുന്നു. 1000 വൈഷമ്യങ്ങളുടെ നടുവിലും മുഖത്തോട് മുഖം നോക്കിയിരിക്കാൻ സമയമുണ്ടായിരുന്നു. ആ ആനന്ദം, ആ സംതൃപ്തി, അന്ന് അനുഭവിച്ച സന്തോഷവും സമാധാനവും. ഞാൻ പോയിരുന്നത് ഉല്ലാസയാത്രയ്ക്കായിരുന്നു. സമയത്തിന് ഉറങ്ങിയിട്ടോ ആഹാരം കഴിച്ചിട്ടോ ദിവസങ്ങൾ എത്രയാന്ന് നിനക്കറിയാമോ? എന്തിനു വേണ്ടി? ആവശ്യത്തിന് പണമില്ലാഞ്ഞിട്ടോ? മനുഷ്യന് ആഹാരത്തിന് ഗതിമുട്ടുമ്പോ അവൻ കിട്ടുന്നതൊക്കെ തിന്നും. അവനെല്ലാം ഉണ്ടാകുമ്പോ വിശപ്പ് തന്നെ മറന്നുപോയെന്ന് വരും. കൂടുതൽ കൂടുതൽ സമ്പാദിക്കാൻ ആഗ്രഹിക്കും. അവൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ ഒന്ന് ലക്ഷക്കണക്കിൽ സമ്പാദിച്ചു തരുമെന്ന് കരുതിയാണല്ലേ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് അങ്ങയുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്? അല്ല,
അങ്ങയുടെ ഹൃദയത്തിന് വേണ്ടി മാത്രമായിരുന്നു. ആ ഹൃദയം എനിക്കിപ്പോഴും ഇല്ല ജാനു. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് എന്നോടൊത്തു പങ്കിടാൻ അങ്ങേക്ക് സമയമില്ല. അന്ന് എന്റെ വീട് വിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ആവശ്യത്തിലേറെ സ്വത്തും പണവും സ്ഥാനമാനവും എല്ലാം ഉണ്ടായിരുന്നു. വേണ്ട, എനിക്ക് ഈ സമ്പാദ്യങ്ങളൊന്നും വേണ്ട, മാളികകൾ വേണ്ട, സ്ഥാനമാനങ്ങളൊന്നും വേണ്ട. അങ്ങയുടെ ഹൃദയത്തിന്റെ കോഴി ഒരല്പ സ്നേഹം, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജാനു, എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, ഈ ഓഫീസിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഞാൻ മറ്റാർക്കും കൊടുത്തിട്ടില്ല. എനിക്ക് നിങ്ങളിലുള്ള വിശ്വാസം മറ്റാരിലുമില്ല. ഒരു മൂത്ത സഹോദരനെ പോലെയാണ് ഞാൻ നിങ്ങളെ കരുതിയിട്ടുള്ളത്. ഇപ്പോഴെന്തേ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയാൻ? ചുമതലാബോധമില്ലാതെയാണ് നിങ്ങൾ പെരുമാറിയത്. ഞാനോ? ഡൽഹിയിലേക്ക് അയക്കാനുള്ള അർജന്റ് ഫയൽസ് എന്തുകൊണ്ട് ഇതുവരെ അയച്ചില്ല? അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ആയ ഉടനെ അയക്കാം. എന്തുകൊണ്ടായില്ല എന്ന് ചോദിച്ചാൽ ഒരു നിമിഷം പോലും ജോലി ചെയ്യാതെ ഞാൻ ഓഫീസിൽ ഇരുന്നിട്ടില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ ഫുൾ ടൈം വർക്ക് ചെയ്തിട്ടും ആ ഫയൽ പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നർത്ഥം. അതെ. എന്നാൽ ഞായറാഴ്ചയും മറ്റ് അവധി ദിവസങ്ങളിലും വേണ്ടി വന്നാൽ രാത്രിയിലും വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ വരുന്നില്ലേ? അതിന്റെ ഓവർ ടൈം വാങ്ങിക്കായിരുന്നല്ലോ. ക്ഷമിക്കണം മിസ്റ്റർ മേനോ, അങ്ങനെ ജോലി ചെയ്ത് ഓവർ ടൈം പറ്റി കുടുംബം നടത്തേണ്ട ഗതികേട് എനിക്കുണ്ടായിട്ടില്ല. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, ഓഫീസ് സമയം കഴിഞ്ഞാൽ വൈകുന്നേരവും മറ്റവധി ദിവസങ്ങളും എന്റെ സ്വന്തമാണ്. ആ സമയം ഞാൻ എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളതാണ്. ഭാര്യയും കുഞ്ഞും എനിക്കുമില്ലേ? ഞാനെന്തിന് സർവ്വം മറന്ന് രാവും പോലെ ഈ സ്ഥാപനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു? അത് നിങ്ങളുടെ സ്വന്തം ആവശ്യം, കൂടുതൽ കൂടുതൽ പണം ഉണ്ടാക്കാൻ അല്ല. അതേ മിസ്റ്റർ മേനോ, പണം മാത്രം ആഗ്രഹിക്കുന്ന നിങ്ങൾ മറ്റെല്ലാം മറന്നുപോകുന്നു. എന്റെയും ഈ ഓഫീസിലുള്ള മറ്റുള്ളവരുടെയും കാര്യം പോകട്ടെ, നിങ്ങളുടെ ഭാര്യയും കുഞ്ഞിനെയും പോലും നിങ്ങൾ മറന്നുപോകുന്നു. ഇല്ല, ഞാൻ അധ്വാനിക്കുന്ന എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടിയാണ്, ഈ സ്ഥാപനത്തിന് വേണ്ടിയാണ്, നിങ്ങളടക്കം. എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളെ ഞാൻ എത്രത്തോളം ബഹുമാനിച്ചുവോ നിങ്ങൾ എന്നെ അത്രത്തോളം അപമാനിച്ചു. എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഞാൻ ഈ ഉദ്യോഗം രാജിവെക്കാൻ തയ്യാറാണ്. ഗുഡ് ബൈ ഫോർ ദ ടൈം ബീയിങ് ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ ആൾ ദ ഗുഡ് തിങ്സ് യു ഹാവ് ഡൺ ടു മീ. വേണ്ട, എനിക്ക് ഈ സമ്പാദ്യങ്ങളൊന്നും വേണ്ട, മാളികകൾ വേണ്ട, സ്ഥാനമാനങ്ങളൊന്നും വേണ്ട. അങ്ങയുടെ ഹൃദയത്തിന്റെ കോഴി ഒരല്പ സ്നേഹം, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജാനു, ജാനു, കൊച്ചമ്മ ആശുപത്രി പോയി.